ചിലപ്പോഴൊക്കെ നമുക്ക് ഗോൾ എന്താണ് എന്ന് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റാത്തൊരു സിറ്റുവേഷൻ വരാറുണ്ടാവും അല്ലേ? ഇപ്പം നമ്മുടെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏരിയ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതേപോലെ നമുക്ക് എക്സൽ ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഫീൽഡ് ഏതാണ് എന്നും മനസ്സിലാക്കാനായിട്ട് ചിലപ്പോൾ നമ്മളുടെ ആ ഒരു 7-8 ക്ലാസ്സുകളിലൊക്കെ പഠിക്കുമ്പോൾ നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലേ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു റൈറ്റ് ടൈമാണ്. ഈ 7th 8th എന്നൊക്കെ പറയുന്നത് നമുക്ക് എന്താണോ നമ്മുടെ ഉള്ളിലുള്ളത് ആ ഒരു സംഭവത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാനായിട്ട് നല്ലൊരു ഗൈഡൻസ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര എഫക്റ്റീവ് ആയിരിക്കും. നമ്മളെ ഗോള് സെറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പാഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് ഇടാനും വർക്ക് ചെയ്യാനും ഒക്കെ ആ ഒരു ടൈമിൽ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ട് മാറും. ശരിക്കും ഭയങ്കര വലിയ ടേണിംഗ് പോയിന്റുകളാണ് നമ്മളുടെ 10th 12th എന്ന് പറയുന്ന ക്ലാസ്സുകളൊക്കെ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയത്താണ് നമുക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റുക നമ്മുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ഏതാണ്. ചിലവർക്ക് ഡോക്ടറാവുക അല്ലെങ്കിൽ മെഡിക്കൽ ആ ഒരു സ്ട്രീമിനോട് സയൻസ് സ്ട്രീമിനോട് ഭയങ്കര ഇഷ്ടമുണ്ടാവും. പക്ഷെ ചിലവർക്ക് കൊമേഴ്സിനോടായിരിക്കും താല്പര്യം. ബിസിനസ്സും അതേപോലെ തന്നെ റിലേറ്റഡ് ആയിട്ടുള്ള കുറേ സബ്ജക്റ്റുകളുണ്ട്, അക്കൗണ്ടൻസി എക്കണോമിക്സ്, അതിനോടൊക്കെ നല്ല താല്പര്യം ഉണ്ടാവും. പക്ഷേ അതിൽ നിന്നൊക്കെ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഗൈഡൻസ് നമുക്ക് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പാത്ത് കുറച്ചും കൂടെ ക്ലിയറാണ്. നമുക്ക് എന്തിലോട്ട് പോകണം എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. ആ ഒരു ടൈമിൽ ചിലപ്പോൾ നമുക്ക് താനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് പറ്റിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പേരൻസ് നമ്മുടെ സിബ്ലിങ്സ് ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ ഓരോ ഫീൽഡിലെ എക്സ്പേർട്സ് വന്നിട്ട് നമുക്ക് ഒരു ഗൈഡൻസ് തരികയാണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഒരു ഐഡിയ കിട്ടും എന്താണ് കഥ, ഇനി എങ്ങനെയാണ് പോവുക എന്നുള്ളതിൻ്റെ ഒരു ചെറിയ നല്ലൊരു ധാരണ നമുക്കതിൽ നിന്ന് കിട്ടും. നമ്മുടെ ഡോപ്പ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പുതിയ സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അതെന്താണെന്നല്ലേ? ഡോപ്പ സയൻസ് ഒളിമ്പ്യാഡ് 7th 8th 9th 10th 11th 12th എന്നീ ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസും എങ്ങനെയാണ് നമ്മളുടെ ഗോൾ സെറ്റ് ചെയ്തിട്ട് അതിലോട്ട് പോവുക എന്നുള്ള ഒരു ഗൈഡൻസും പ്രൊവൈഡ് ചെയ്യാനായിട്ട് വിചാരിക്കുന്നുണ്ട്. നമ്മളാണല്ലോ ഇനിയുള്ള ഫ്യൂച്ചർ ജനറേഷൻ അല്ലേ? ഭാവിയിലുള്ള വലിയ വലിയ ആളുകളോടാണ് ഇപ്പം ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളുടെ ആ ഒരു റൈറ്റ് ടൈമിൽ ആ ഒരു ചെറിയ പ്രായത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഗ്രോത്തിൻ്റെ ആ ടൈമിൽ തന്നെ നമുക്കൊരു ഗോള് സെറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ ശരിക്കും പാത്ത് ക്ലിയറാണ്. കുറച്ചും കൂടി നല്ലപോലെ ചിന്തിച്ചിട്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ഹെൽപ്ഫുള്ളാണ്. ഈ ഒരു റൈറ്റ് ടൈമിലാണ് നമ്മുടെ ഡോപ്പ നമ്മളെ സഹായിക്കാനായിട്ട് ഇവിടെ എത്തുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുള്ളായിരിക്കും. കാരണം ഇപ്പോൾ ഞാൻ PG എത്തി നിൽക്കുകയാണ്. ഈ ഒരു സമയത്ത് ഞാൻ ഇങ്ങനെ ആലോചിച്ച് നോക്കിയായിരുന്നു എൻ്റെ 8th സ്റ്റാൻഡേർഡിലൊക്കെ ഇങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പം കുറച്ചും കൂടെ നേരത്തെ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പലപ്പോഴും ഡിഫറെൻ്റ് ആണ്. ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അല്ലേ? ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഡോപ്പ നമുക്ക് ഇത്ര നല്ലൊരു ചാൻസ് നൽകുന്നത്. നമ്മുടെ ഫ്യൂച്ചർ എന്താണ് അല്ലെങ്കിൽ ഒന്നും നമുക്കറിയില്ല. പക്ഷേ നമുക്ക് അതിനായിട്ടുള്ളൊരു ചെറിയൊരു ഹിൻറ്റ് അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ചെറിയ ധാരണ ഇതിലൂടെ നമുക്ക് എന്തായാലും കിട്ടും. ഫ്യൂച്ചർ ബിൽഡ് ചെയ്യാനായിട്ട് ക്യാപ്പബിൾ ആയിട്ടുള്ള ഓരോരുത്തരുമാണ് ഇന്ന് ഈ ഒരു ജനറേഷനിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കെല്ലാവർക്കും നല്ലൊരു ഹെൽപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. കാരണം ഇത്രയും വരെ നമ്മൾ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും കാലത്തിനിടയിൽ നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ടാവും അക്കാഡമിക്കലിയും ഒക്കെ. പക്ഷേ അതിനെല്ലാത്തിനെയും വെട്ടിച്ചിട്ട് നമ്മൾ ഇന്നിവിടെ എത്തുന്നത് ഒറ്റ കാര്യത്തിൻ്റെ പുറത്താണ്. എന്താണെന്നറിയോ? നമ്മൾ എപ്പോഴും മുന്നോട്ട് പോയതുകൊണ്ടാണ്. ആ ഒരു പ്രോസസ്സ് തന്നെയാണ്, ആ ഒരു പ്രോസസ്സിലൂടെ തന്നെയാണ് ഡോപ്പ നമ്മളെ കൊണ്ടുപോകുന്നത്. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് നല്ല ഹെൽപ്ഫുള്ളാവും. ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിയാനായിട്ട് താഴെയുള്ള നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും ഡോപ്പ ഈസ് ദെയർ ഫോർ യു.